നമസ്കാരം. നാളെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കും. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഇടക്കാല ബജറ്റാണ് ഇത്തവണ. 2024-25 സാമ്പത്തിക ബജറ്റിൽ വലിയ പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടാകില്ലെന്നും പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം പുതിയ സർക്കാർ അധികാരമേൽക്കുന്നതുവരെയുള്ള നടപടിക്രമം മാത്രമായിരിക്കും ബജറ്റെന്നും ധനമന്ത്രി ഇതിനോടകം തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. ബജറ്റിൽ ഇടം പിടിക്കുന്നതിന് സാധ്യതയുള്ള 6 കാര്യങ്ങൾ ദേശീയ മാധ്യമങ്ങൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. അത് ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. ഒന്നാമത്തേത്, ക്ഷേമ ചെലവുകൾ വർദ്ധിപ്പിക്കാനും 2025-26 സാമ്പത്തിക വർഷത്തോടെ ധനകമ്മി GDP-യുടെ 4.5% കുറയ്ക്കാനും സർക്കാർ നടപടിയെടുത്തേക്കും. രണ്ടാമത്തേത്, നികുതി കുറയ്ക്കുന്നതിനും കൃഷിക്കും ഗ്രാമീണ മേഖലകൾക്കും പിന്തുണ നൽകുന്നതിനുമുള്ള പദ്ധതികൾ സർക്കാർ പ്രഖ്യാപിക്കും. പ്രതികൂല കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ആഘാതം, പണപ്പെരുപ്പം എന്നിവ മറികടക്കുന്നതിന് നടപടികളുണ്ടാകും. മൂന്നാമത്തേത്, ഡിജിറ്റലൈസ്ഡ് ഇന്ത്യ, ഗ്രീൻ ഹൈഡ്രജൻ, ഇലക്ട്രിക് വാഹനങ്ങൾ, ബ്രോഡ്ബാൻഡ് എന്നിവയുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പ്രത്യേക ഊന്നൽ നൽകിക്കൊണ്ട് അടിസ്ഥാന സൗകര്യ വികസനത്തിന് കൂടുതൽ ഫണ്ട് അനുവദിച്ചേക്കും. 4, വരാനിരിക്കുന്ന സാമ്പത്തിക വർഷത്തിൽ ഭക്ഷ്യ വളം സബ്സിഡികൾക്കായി ഏകദേശം 4 ട്രില്യൺ രൂപ അനുവദിച്ചേക്കും. അഞ്ചാമത്തേത്, ചെലവ് കുറഞ്ഞ ഭവന പദ്ധതികൾക്കുള്ള പണം സർക്കാർ 15%-ലധികം വർദ്ധിപ്പിച്ചേക്കാം. 2023-ലെ 79,000 കോടിയിൽ നിന്നും 2024-25-ലെ ചെലവ് കുറഞ്ഞ ഭവനങ്ങൾക്കായുള്ള വിഹിതം 1 ട്രില്യനായി ഉയർത്താനും സാധ്യതയുണ്ട്. പ്രവചനങ്ങൾ അനുസരിച്ച് നഗരമേഖലകളിലെ ഭവനക്ഷാമം 1.5 ദശലക്ഷത്തിലധികമാണ്. 2030-ഓടെ ഇത് ഇരട്ടിയിലാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആറാമത്തേത്, ഓഹരി വിറ്റഴിക്കലിലൂടെ 510 ബില്യൺ രൂപ സമാഹരിക്കാൻ സർക്കാർ ലക്ഷ്യം വച്ചിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ചില നിർദ്ദേശങ്ങളും ചില സൂചനകളും മാത്രമാണ്. ഏതായാലും നാളെ ധനമന്ത്രി അവതരിപ്പിക്കുന്ന കേന്ദ്ര ബജറ്റോടുകൂടി ഇക്കാര്യങ്ങളിലൊക്കെ വ്യക്തത വരും.